ബി.കെ. സുഹൈൽ കൂടിയുണ്ട്. സുഹൈൽ, നോക്കൂ, ഇവിടെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുന്നത് കാണുന്നു. ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ ഹിസ്ബുള്ള കൂടി ചിത്രത്തിലേക്ക് വരുന്നു. സൈപ്രസിലേക്ക് ബ്രിട്ടന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം കടന്നു പോവുകയാണോ യുദ്ധം? അതിന്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുകയാണോ? തീർച്ചയായും ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്നതാണ്, ഇത് കേവലമായ ഒരു ഇറാൻ ഇസ്രായേൽ US തലത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കില്ല. സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരിച്ചടികൾ നോക്കുക. US സംബന്ധിച്ചിടത്തോളം 3 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് US തന്നെ പറയുന്നു. 5 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതെവിടെയാണ് സംഭവിച്ചത് എന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്രായേലിലേക്കാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് മാത്രം 10-ലധികം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ മിസൈലുകൾ അവിടേക്ക് പതിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്നു. 500-ലധികം പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് ആശുപത്രിയിലേക്കാകുന്നു. അവർ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്ന ബങ്കറുകൾ പോലും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പമാണിപ്പോൾ ഹൂത്തികൾ, ഹിസ്ബുള്ളയുടെ സംഘം കൂടി ഈ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ലബനാനിൽ നിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇസ്രായേൽ തന്നെ പറയുകയാണ്. ഹിസ്ബുള്ളയുടെ മിസൈലുകളെ പ്രതിരോധിച്ചു എന്നെല്ലാം ഇസ്രായേൽ പറയുന്നുവെങ്കിലും വലിയ ഭീഷണിയായി അത് നിൽക്കുകയാണ്. ഇനി ഹൂത്തികൾ കൂടി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം അത് അവസാനിപ്പിക്കാനും അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള എല്ലാ ആയുധങ്ങളും അവർ പുറത്തെടുക്കേണ്ടി വരും. കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഖാംനായിയാണ്, അവരുടെ പരമോന്നത നേതാവാണ്. ഈ സംഘത്തിലെ IRGCയുടെ കമാൻഡറെയും പ്രതിരോധ മന്ത്രിയെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് ടാർഗറ്റായി കൊല ചെയ്യാൻ അവർക്ക് സാധിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും അവരുടെ നിരയിലെ ഇനിയുമുള്ള ആളുകളെ കൊല ചെയ്യുമെന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ ശേഖരം തകർക്കുമെന്നുമെല്ലാം ഇറാന് നന്നായി അറിയാം.